ഇക്വേഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത് വരെ പഠിച്ചു അല്ലെ? അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളെ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസും വരുന്നത്. അപ്പോൾ ടോപ്പിക് എന്താണ്? സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് നോക്കാം. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ വേരിയബിൾസ് ഉണ്ടാവും അല്ലെ, അതായത് എക്സ് വൈ ഇസഡ്. അപ്പൊ അങ്ങനെയുള്ള വേരിയബിൾസിന്റെ പവർ 1 ആണെങ്കിൽ ആ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. തരുന്ന ഇക്വേഷനിലെ വേരിയബിൾസിന്റെ പവർ 1 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ തരുന്ന സമയത്ത് ഒറ്റ വേരിയബിൾ ആണുള്ളതെങ്കിൽ ഒരു ഇക്വേഷൻ മതി. 2 വേരിയബിൾ ഉണ്ടെങ്കിലോ 2 ഇക്വേഷൻ വേണം. 3 വേരിയബിൾ ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻ വേണം. ഇപ്പൊ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 2 കൂടുതൽ ഇക്വേഷൻസോ തരുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആവുന്നത്. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതോ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ എക്സ് വൈ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം? ഒരു ലീനിയർ ഇക്വേഷൻ കൺസിഡർ ചെയ്യുവാണ്. കൺസിഡർ ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻ. a11x1 plus a12x2 plus a13x3 plus a1nxn is equal to b1. അടുത്തത് a21x1 plus a22x2 plus a23x3 plus a2nxn is equal to b2. അങ്ങനെ നമ്മുടെ കയ്യിൽ m ഇക്വേഷൻസ് ഉണ്ട്. m ഇക്വേഷൻസ് ആവുമ്പോൾ am1x1 പ്ലസ് am2x2 പ്ലസ് am3x3 പ്ലസ് amnxn is equal to bm. ഇവിടെ m എന്ന് പറയുന്നത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. n എന്ന് പറയുന്നതോ നമ്പർ ഓഫ് അൺനോൺസ്. അൺനോൺസ് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് വൈ സെഡ്. ഓക്കെ, ഇനി ഇതില് നമുക്ക് a system is a system of equation is said to be കൺസിസ്റ്റന്റ്. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരത എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തരുന്ന ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണെന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? ഇഫ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷൻ. നമുക്ക് തരുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് അറ്റ്ലീസ്റ്റ് ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടാവണം. അതായത് നമ്മൾ എക്സ് വൈ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ എക്സ് വൈ ഇസഡിന് ഓരോ വാല്യൂസ് എങ്കിലും വേണം. ആൻഡ് സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. System is inconsistent if it has no solution.
അതായത് നമുക്ക് XYZന് വാല്യൂ ഇല്ലെങ്കിൽ ആ സിസ്റ്റം എന്താണെന്ന് പറയും? സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആയതുകൊണ്ടാണ് നോ സൊല്യൂഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷന് 3 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. There are 3 possibilities for solution of system of equations. ഇപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷന്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? 3 പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ ഓരോരോ വാല്യൂ വീതമേ നമുക്ക് കാണത്തുള്ളൂ. രണ്ടാമത്തത് infinite number of solution. Infinite number of solution. മൂന്നാമത്തെ പോസിബിലിറ്റി എന്താണ്? നോ സൊല്യൂഷൻ. സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷന്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഒന്ന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? നോ സൊല്യൂഷൻ ആയിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എന്ന് പഠിക്കും. നമുക്കിവിടെ നോക്കിക്കേ, ഇപ്പം കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം എം എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന നമ്പർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ആ എം എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം, എത്ര വേണേലും ആവാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സാണ്. ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടല്ലോ. അൺനോൺസ് എന്ന് പറയുന്നത് x1, x2, x3 അല്ലെങ്കിൽ XYZ. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് എഴുതുന്ന മെട്രിക്സ് ആണ് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് A11, A12, A13 അപ് ടു എങ്ങനെ വരാം? A1n. അതുപോലെ A21, A22, A23 അപ് ടു A2n. അപ്പോൾ താഴോട്ട് എങ്ങനെയായിരിക്കാം? AM1, AM2, AM3 അപ് ടു AMN വരെ വരാം. അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആയി. അടുത്തത്, അപ്പോൾ ഇതിന് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. എന്താണ്? കോഎഫിഷ്യന്റ് മെട്രിക്സ്. അടുത്തത് നമുക്ക് ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്. അപ്പൊ ബി എന്ന് പറയുന്ന മെട്രിക്സ് വേറൊന്നുമല്ല, നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ എന്തുണ്ടാവും? കോൺസ്റ്റന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ കോൺസ്റ്റന്റ് വെച്ചിട്ട് ഫോം ചെയ്യുന്ന മെട്രിക്സ് ആണ് നമ്മുടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. അതായത് B1, B2 അപ് ടു BN വരെ എഴുതുന്നതാണ് നമ്മുടെ കോൺസ്റ്റന്റ് മെട്രിക്സ്. അടുത്തതായിട്ട് നമുക്ക് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ x1, x2 അപ് ടു ഏത് വരെ എഴുതുന്നേ? xn. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സൊല്യൂഷൻ വെക്റ്റർ എന്ന് പറയും. എന്താണ്? സൊല്യൂഷൻ വെക്റ്റർ. ഇപ്പൊ നമുക്ക് എപ്പോഴും x1, x2, x3 അങ്ങനെ തന്നെ വരണമെന്നില്ല. ക്വസ്റ്റ്യനിൽ ചിലപ്പം XYZ എന്നാണ് തരുന്നതെങ്കിൽ സൊല്യൂഷൻ വെക്റ്ററിനകത്ത് നമ്മൾ എഴുതുന്നത് XYZന്റെ വാല്യൂ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ XYZ എന്നും തരാം, അല്ലാണ്ട് എങ്ങനെയും തരാം, x1, x2, x3 അങ്ങനെയും നമുക്ക് തരാം. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ അടുത്തത് എഴുതേണ്ടതാണ് ഓഗുമെന്റഡ് മെട്രിക്സ്. ഓഗുമെന്റഡ് മെട്രിക്സ്. അപ്പോൾ ഓഗുമെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എയും ബിയും കൂടെ ചേർത്ത് എഴുതുന്നതാണ് ഓഗുമെന്റഡ് മെട്രിക്സ്. അപ്പം തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെറുതെ എ ബി ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓഗുമെന്റഡ് മെട്രിക്സ് ആകുമ്പോൾ അത് ഇതുപോലെ നമ്മുടെ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ അകത്ത് തന്നെ എഴുതുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ഓഗുമെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ആ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുക, രണ്ടാമത് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുക, എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുക, അതിനുശേഷം ഓഗുമെന്റഡ് മെട്രിക്സ് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു തിയറം പഠിക്കാനുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് കൺസിസ്റ്റൻസി തിയറം എന്നാണ് പറയുന്നത്. എന്താണ് കൺസിസ്റ്റൻസി തിയറം? ഈ തിയറമായിട്ട് എക്സാമിനൊന്നും ചോദിക്കത്തില്ല, തിയറം എക്സാമിനൊന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് ഇത് പഠിക്കുന്ന സമയത്ത് എന്താണ് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിന് നമ്മൾ വേറൊരു പേര് പറയും, ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റം. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി തിയറം എന്താണ്? ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നതാണ് റൗച്ചീസ് തിയറം എന്നും പറയാറുണ്ട്. റൗച്ചീസ് തിയറം. അപ്പോൾ ഈ തിയറം എന്താണ് പറയുന്നത് നോക്കാം. The system of linear equations, the system of linear equations ax is equal to b. ax equal to b എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്ത് നമ്മൾ കുറച്ച് ലീനിയർ ഇക്വേഷൻസ് കൺസിഡർ ചെയ്തു അല്ലേ? അത് ഏത് ഫോമിലായിരിക്കുന്നത്? ax is equal to b എന്ന് പറയുന്ന ഫോമിലാണ് ഇരിക്കുന്നത്. is consistent if and only if the coefficient matrix coefficient matrix ഏതാണ്? നമ്മുടെ coefficient matrix എന്ന് പറയുന്നതാണ് A, and the augmented matrix and the augmented matrix A B. നമ്മുടെ augmented matrix എന്താണ്? A B അല്ലേ? are of same rank. നമ്മുടെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതും, അതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ? ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്കും നമ്മുടെ ഓഗുമെന്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും സെയിം ആണെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആവത്തുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് എന്തെഴുതാം? ദാറ്റ് ഈസ് ആർ ഓഫ് എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ആർ ഓഫ് എ ബി ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ? ദെൻ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് കൺസിസ്റ്റന്റ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും. അപ്പൊ റാങ്ക് ഓഫ് എ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വരത്തില്ല, ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റന്റ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു വർക്കിംഗ് റൂൾ ഉണ്ട്. ആ വർക്കിംഗ് റൂള് എങ്ങനെയാണെന്ന് നോക്കാം. വർക്കിംഗ് റൂൾ
to test the consistency. First one. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? Write down the given system of equations. Given system of equations in matrix form. നമുക്ക് തരുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മെട്രിക്സ് ഫോമിൽ എഴുതണം. അതെങ്ങനെയാണ് മെട്രിക്സ് ഫോം? AX ഈസ് ഈക്വൽ ടു B. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് ദ ഓഗുമെന്റഡ് മെട്രിക്സ്. മെട്രിക്സ് ഫോമിൽ എഴുതിയതിന് ശേഷം അടുത്തത് നമ്മൾ എന്ത് എഴുതണം? ഓഗുമെന്റഡ് മെട്രിക്സ് എഴുതണം. ഫൈൻഡ് ദ ഓഗുമെന്റഡ് മെട്രിക്സ്. ഓഗുമെന്റഡ് മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? AB. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് R of A and R of AB. നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ബൈ അപ്ലൈയിങ് only elementary റോ ഓപ്പറേഷൻ. റോ ഓപ്പറേഷൻ വഴി മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? റാങ്ക് കണ്ടുപിടിക്കത്തുള്ളൂ അല്ലെ? കോളം ഓപ്പറേഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാറില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണ്? റാങ്ക് കണ്ടുപിടിച്ചതിന് ശേഷം ഇഫ് R of A ഈക്വൽ ടു R of AB, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആണെങ്കിൽ അടുത്ത് നമ്മൾ എന്തും കൂടെ നോക്കണം? ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണോ എന്നും കൂടെ നോക്കാം. റാങ്ക് രണ്ടും ഈക്വൽ ആണെങ്കിൽ അടുത്ത് നമ്മൾ എന്തും കൂടെ ചെക്ക് ചെയ്യുക? ആ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് and has unique solution. നമുക്ക് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി എന്തുമാത്രം നോക്കിയാൽ മതി? റാങ്ക് രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. ഇനി നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷന്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? യുണീക് സൊല്യൂഷൻ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ അല്ലെ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തും കൂടെ ചെക്ക് ചെയ്യുക? നമ്പർ ഓഫ് അൺനോൺസും കൂടെ നോക്കുക. ഇപ്പൊ റാങ്കും നമ്പർ ഓഫ് അൺനോൺസും ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും? കൺസിസ്റ്റന്റുമായിരിക്കും, യുണീക് സൊല്യൂഷനും ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്? ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി, റാങ്ക് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ വിച്ച് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസിനെ കാട്ടിയും കുറവാണെങ്കിൽ സിസ്റ്റം എന്ത് തന്നെയാണ്? കൺസിസ്റ്റന്റ് തന്നെയാണ്. ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് and has infinite number of solution. Infinite number of solution. അടുത്ത മൂന്നാമത്തെ പോസിബിലിറ്റി, ഇഫ് R of A not equal to R of AB, റാങ്ക് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ കണ്ടീഷൻ എന്താണ്? സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. System is inconsistent and has no solution.
അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? 3 പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? യുണീക്ക് സൊല്യൂഷൻ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ. അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ ആണോ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ എന്നെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അവിടുന്ന് കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക. കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്, കോൺസ്റ്റന്റ് മെട്രിക്സ് അതാണ് ബി, അടുത്ത എന്താണ്? സൊല്യൂഷൻ വെക്റ്റർ എന്ന് പറയും, അത് നമ്മുടെ ക്യാപിറ്റൽ എക്സ് അല്ലേ. ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ അടുത്ത ഓഗുമെന്റഡ് മെട്രിക്സ് എഴുതുക. ഓഗുമെന്റഡ് മെട്രിക്സ് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഓഗുമെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കണം. അതുപോലെ നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്കും കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്റെ റാങ്ക് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ അടുത്തത് എന്തും കൂടെ ചെക്ക് ചെയ്യണം? നമ്പർ ഓഫ് അൺനോൺസും കൂടെ ചെക്ക് ചെയ്യാം. നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആണ് റാങ്ക്, അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റുമാണ്, അതുപോലെ യുണീക്ക് സൊല്യൂഷനും ആയിരിക്കും. ഇനി റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് അൺനോൺസിനെക്കാട്ടിയും കുറവാണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, പക്ഷെ എന്തുണ്ടാവും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇനി റാങ്ക് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ, അതായത് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും ഓഗുമെന്റഡ് മെട്രിക്സിന്റെയും റാങ്ക് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ എന്തുണ്ടാവില്ല? അവിടെ സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇനി ഈ പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം.